അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഹിജ്റ കലണ്ടറിനെയാണ് അവർ ആശ്രയിക്കാറുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ദൈനംദിനമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മൾ ആശ്രയിക്കാറുള്ളത് ഇംഗ്ലീഷ് കലണ്ടറിനെയാണ്. ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് പുതിയൊരു വർഷത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ 2026 പിറക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് നമ്മുടെ സമയത്തെ സംബന്ധിച്ച് തന്നെ ആയിരിക്കണം. സമയത്തെ കയ്യിലൊതുക്കാൻ പഠിക്കുക എന്നതായിരിക്കണം ഈ വർഷത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. സമയം നഷ്ടപ്പെട്ടു പോയത് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. വരാൻ പോകുന്ന സമയത്തെ മുൻകൂട്ടി ഉപയോഗിക്കാനും നമുക്ക് സാധ്യമല്ല. സമയം എന്ന് പറയുന്നത് ഇപ്പോൾ കടന്നു പോകുന്ന നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങളെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഒരു വലിയ ഉപദേശം സമൂഹത്തിന് നൽകിയത് നമുക്ക് കാണാൻ കഴിയും. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ് വഗദൻ ഹിസാബുൻ വലാ അമൽ. ഈ ദിവസം അഥവാ ഇവിടെ എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ ദിനങ്ങളാണ്. വലാ ഹിസാബ്, ഇവിടെ വിചാരണയില്ല. എന്നാൽ വഗദൻ അഥവാ നാളെ പരലോകത്ത് ഹിസാബ്, അവിടെ വിചാരണയാണുള്ളത്. വലാ അമൽ, ഒരിക്കലും അവിടെ നമുക്ക് പ്രവർത്തിക്കാനും കഴിയില്ല. അഥവാ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് പരലോകത്തിലേക്കുള്ള ഒരു പാഥേയമാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് ഒരിക്കലും തന്നെ പരലോകത്തെ നാം വിസ്മരിക്കാൻ പാടില്ല. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ ഡിജിറ്റൽ അഡിക്ഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവതലമുറയും മുതിർന്ന തലമുറയും. ഒരുപോലെ അതിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു സാധാരണക്കാരൻ ദിവസത്തിൽ 200 തവണ സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഓരോ 6.5 മിനിറ്റ് കൂടുമ്പോഴും ഫോൺ അവൻ പരിശോധിക്കുന്നു. 4-1 ഉറങ്ങുന്നതിനേക്കാൾ കൂടുതൽ സമയം ഓൺലൈനിൽ ചിലവഴിക്കുന്നവരാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. 16 മുതൽ 24 വയസ്സുവരെയുള്ളവരിൽ 70% ആളുകളും നേരിട്ട് സംസാരിക്കുന്നതിനേക്കാൾ മെസ്സേജ് അയക്കാനാണത്രേ ഇഷ്ടപ്പെടുന്നത്. കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടി കട്ടിലിൽ കിടന്നുകൊണ്ട് മാത്രം മാസത്തിൽ ചുരുങ്ങിയത് 3400 മെസ്സേജുകൾ അയക്കുന്നുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അഥവാ ഒരു ശരാശരി ഇന്ത്യക്കാരൻ ഒരു ദിവസം സാമൂഹിക മാധ്യമങ്ങളിൽ ചെലവിടുന്നത് 2.5 മുതൽ 5 മണിക്കൂർ സമയം വരെയാണെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ സമയത്തെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ നോക്കുകുത്തികളായി മാറുകയാണ്. അഥവാ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മെ അടിമകളാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ദുര്യോഗമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്ന് മുക്തി നേടാൻ ലോകം കണ്ടെത്തിയ ഒരു പഴുതാണ് ഡിജിറ്റൽ ഡിറ്റോക്സ് എന്ന് പറയുന്നത്. അഥവാ സാമൂഹ്യ മാധ്യമങ്ങൾ നിർത്തിവെക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുവാനുള്ള ഒരു മെക്കാനിസമായി കൊണ്ടാണ് ലോകത്ത് ഇന്ന് അതറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ 2026 സമയത്തെ നമ്മുടെ നിയന്ത്രണത്തിൽ ഉപയോഗിക്കുവാനുള്ള പരിശീലനമായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. അതോടൊപ്പം വൈരുദ്ധ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടുകയും വേണം. ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെ വർദ്ധിക്കുന്നു, എന്നാൽ രോഗങ്ങൾ കുറയുന്നില്ല. കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ വികസിക്കുന്നു, എന്നാൽ ബന്ധങ്ങൾ പലപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസം വർദ്ധിക്കുന്നു, എന്നാൽ സംസ്കാരം കീഴ്മേൽ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന് പലരും സംവദിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ സാമൂഹിക ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. യാത്രാമാർഗങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഗതാഗതക്കുരുക്കിൽ ജീവിതത്തിൻ്റെ വലിയ ഭാഗം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഉച്ചഭാഷിണിയിലൂടെ വളരെ ദൂരേക്ക് ശബ്ദം കേൾപ്പിക്കാൻ നമുക്ക് കഴിയുന്ന യന്ത്രസാമഗ്രികൾ ഇന്നുണ്ട്. പക്ഷേ തൊട്ടടുത്തുള്ളവരുടെ വേദന കേൾക്കാൻ ഇന്ന് മനുഷ്യർക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല. സാമൂഹിക ഐക്യത്തിന് വേണ്ടി എല്ലാവരും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഭരണകർത്താക്കൾ പോലും പൗരന്മാരെ പരസ്പരം അകറ്റുന്ന നിയമനിർമ്മാണങ്ങളും നിലപാടുകളും കൈക്കൊള്ളുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അടുത്ത ഒരു 2026 നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഓരോരുത്തരും തീരുമാനിക്കേണ്ടതുണ്ട്. മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് വ്യക്തികളിൽ നിന്നാണ്. വ്യക്തികൾ മാറുമ്പോൾ കുടുംബം മാറും, കുടുംബം മാറുമ്പോൾ സമൂഹം മാറും,
സമൂഹം മാറുമ്പോൾ രാഷ്ട്രം മാറും. അതിന് തുടക്കം കുറിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ 2026 ജീവിതത്തിൻ്റെ ലക്ഷ്യം കൃത്യമായി കണ്ടെത്തുവാൻ ആവശ്യമായ രീതിയിൽ സമയത്തെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുവാനുമുള്ള ഒരു പരിശീലനമാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.